എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചക്കപ്പഴം കൊണ്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത്. അതായത് സാധാരണ ഞാൻ ചക്കപ്പഴം വരട്ടി അത് ശർക്കരയൊക്കെ ഇട്ട് വരട്ടി ചക്കയുള്ള സീസണിൽ അങ്ങനെ വരട്ടി വെക്കാറുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അട ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ ഡയറക്റ്റായിട്ട് അധികം സമയമൊന്നും എടുക്കാതെ, ചക്ക വരട്ടണമെങ്കിൽ കുറേ സമയം വേണം. അപ്പോൾ ഇത് അധികം സമയമൊന്നുമില്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് എങ്ങനെ അട ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചേ ഞാൻ ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വരും. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. ഇത് നല്ല വരിക്കച്ചക്ക, നല്ലതുപോലെ പഴുത്ത നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അത് ചക്കയിൽ നിന്നൊക്കെ ഇരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തത് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഇത്രയും ക്വാണ്ടിറ്റിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പൊടിച്ച ശർക്കരയാണ്. ഇതിൽ കല്ലൊന്നുമില്ല, അതുകൊണ്ട് ഉരുക്കി അരിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര നമുക്ക് ഉരുക്കി ഒരുവിധം ഒന്ന് തിളച്ച് വന്നാൽ മതി. ശർക്കര നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. നല്ല കറുത്ത നല്ല കളറുള്ള ശർക്കരയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇനി ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് വേവട്ടെ. ഈ ശർക്കരയുടെ മധുരമൊക്കെ ഇതിലേക്ക് ഒന്നുകൂടി പിടിച്ച് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരണം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ചക്ക കഷ്ണത്തുമ്മയൊക്കെ നല്ലപോലെ ശർക്കരയൊക്കെ പിടിച്ച് നല്ല ഇതുപോലെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തേങ്ങ. 1/2 കപ്പ് തേങ്ങയുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒന്നുകിൽ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കും. നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. കണ്ടോ, ഇതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അധികം സമയമൊന്നും വേണ്ട, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിനൊരു മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ അരിപ്പൊടി, അപ്പത്തിൻ്റെയൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഗോതമ്പ് പൊടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഗോതമ്പ് പൊടിയിലോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യായാലും മതി. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഞാനിവിടെ ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്, അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം നല്ലതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണം. ചൂടുള്ള വെള്ളം എടുത്തേക്കണോണ്ടാണ്. തണുത്ത വെള്ളത്തിൽ, സാധാരണ വെള്ളത്തിൽ കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല.
കൈ ഉപയോഗിച്ച് തന്നെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഞാൻ കുറച്ചേ ഇവിടെ മാവ് എടുത്തിട്ടുള്ളൂ, 1/2 കപ്പ് മാവ് എടുത്തിട്ടുള്ളൂ. കണ്ടോ, നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം എടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ ഒരല്പം വെള്ളം കൂടി, ചൂടുവെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല കനം കുറച്ച് വേണം പരത്തിയെടുക്കാൻ. ഇനി നമ്മുടെ ഫില്ലിങ് ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ വെച്ച് തന്നെ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അരികത്തേക്ക് അധികം പോകണ്ട, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ആവിയൊക്കെ കയറി കഴിയുമ്പോൾ പുറത്തേക്ക് ഇതിൻ്റെ ശർക്കരയൊക്കെ പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിങ്ങനെ മടക്കി നല്ലതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിത് ഇലയൊന്നും വാട്ടിയിട്ടില്ല, അല്ലാതെ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇഡലിപ്പാത്രം വെച്ചിട്ടുണ്ട്. കുറച്ച് സ്റ്റീം വന്നു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ നമ്മുടെ അട വയ്ക്കാൻ പോണത്. അടയൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കണ കണ്ടില്ലേ, ഒരു 5 അട എനിക്കിത് ഇത്രയും ക്വാണ്ടിറ്റി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ശർക്കരയുടെ ഇതൊന്നും പുറത്തേക്കായിട്ടില്ല, നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ ശർക്കരയും ഇടയും ഒക്കെ നല്ല മധുരവും ഉണ്ടാവും. ഞാൻ കഴിച്ചു നോക്കിയില്ല, നല്ല ചൂടുണ്ട് ഇപ്പോൾ. ഞാൻ ഇഡലി പാത്രത്തിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട്. ചക്കപ്പഴം കൊണ്ട് അട ഉണ്ടാക്കിയത് കണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. നല്ല ഉള്ളിലാണ് ഞാൻ ഈ ഫില്ലിങ് വെച്ചിരിക്കുന്നത്. നല്ല സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ ഉടനെ തന്നെ കാണാം. താങ്ക് യു, ബൈ.